PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SCERT പുതിയ സിലബസ് പ്രകാരം 5ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം അധ്യായം 1 പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക. ചേരി വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖല ചേരിയാണ്. ചേരികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്ക അവസ്ഥയും സുരക്ഷിതത്വമില്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളാണ്. ചേരിയെ പറ്റിയാണ് പീലിയുടെ ഗ്രാമത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. ചേരിയുടെ സവിശേഷതകൾ: വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് ചേരി. ചേരികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്ക അവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളാണ്. വിപണി ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സമൂഹ ശാസ്ത്രജ്ഞൻ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണിയാണ്. വിപണിയെ പറ്റിയാണ് പറയുന്നത്. ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സമൂഹശാസ്ത്രജ്ഞർ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണിയാണ്. ആഴ്ചച്ചന്തകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എത്തുന്ന അടുത്തടുത്ത ആളുകളെ ആഴ്ചച്ചന്തകൾ ഒന്നിച്ചു ചേർക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് ഈ ചന്തകൾ ഉണ്ടാകുന്നത്. എന്താണ് ആഴ്ചച്ചന്തകൾ? കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ആഴ്ചച്ചന്തകൾ ഒന്നിച്ചു ചേർക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് ഈ ചന്തകൾ ഉണ്ടാവുന്നത്. വാരാന്ത്യ വിപണികൾ വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ്വ്യവസ്ഥ വികസിപ്പിച്ചിട്ടില്ലാത്ത വന-മല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗോത്ര ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ വാരാന്ത്യ വിപണികൾ കാണുന്നത്. സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹിക വ്യവഹാരത്തിൻ്റെയും മുഖ്യ സ്ഥാപനങ്ങളാണ് ഈ വാരാന്ത്യ വിപണികൾ. തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ അവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. വാരാന്ത്യ വിപണികളിൽ പറയുന്നത് വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ്വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത വനമല പ്രദേശങ്ങളിൽ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഗോത്ര ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഏരിയയിലാണ് ഇത് കാണുന്നത്. സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹിക വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങളാണ് ഈ വാരാന്ത്യ വിപണികൾ. തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ അവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. അന്തിച്ചന്തകൾ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാകുന്നത്. അന്തിച്ചന്തകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാകുന്നത്. സാമൂഹ്യശാസ്ത്രം പുതിയ സിലബസ് പ്രകാരം 5ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ അധ്യായം 1 പീലിയുടെ ഗ്രാമത്തില് ആകെ 5 കാര്യങ്ങളെ പറ്റിയാണ് വിശദമായി പറഞ്ഞിരിക്കുന്നത്. ചേരി, വിപണി, ആഴ്ചച്ചന്തകൾ, വാരാന്ത്യ വിപണികൾ, അന്തിച്ചന്തകൾ ഇവയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായി 5ാം ക്ലാസ്സിലെ മറ്റുള്ള അധ്യായങ്ങൾ തുടർച്ചയായി ഒരു പ്ലേലിസ്റ്റിൽ ലഭ്യമായിരിക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. ഓക്കെ, നന്ദി.